നമുക്ക് 100ഓളം പശുക്കളെ കാണിച്ചു കൊടുക്കാം. ഒരു 25-30 പശുവിന് അതിന് നല്ല പശുക്കളെ സെലക്ട് ചെയ്യുകയും ചെയ്യും. നമുക്ക് 100ഓളം പശുക്കൾ എന്ന് പല സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങൾ ഇവിടെ തന്നെ 20, 25, 18 അങ്ങനെ ജേഴ്സി, അങ്ങനെ ചിന്താമണി, ക്രോസ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള പശുക്കളും ഈ ഒരു സ്ഥലത്ത് ഈ സ്ഥലത്ത് തന്നെ ഉണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ നമുക്കൊരു 20, 25, 30ഓളം പശുക്കളുണ്ട്. നമുക്കൊരു പാർട്ടി വന്നു കഴിഞ്ഞാൽ അവനിപ്പോൾ രാവിലെ ചേട്ടൻ്റെ കൂടെ ഒരു വണ്ടി കയറി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു 100 പശുവിനെ കണ്ടിട്ട് അതിനെ സെലക്ട് ചെയ്യുക. അതിൽ ആദ്യം കണ്ട് സെലക്ട് ചെയ്യണമെങ്കിൽ അവിടെ അഡ്വാൻസ് കൊടുക്കാം. പിന്നെ തിരിച്ചു പോയിട്ട് അവിടെ പൈസ കൊടുത്ത് അത് കയറ്റിയിട്ട് പോകാം. ഒരാൾ വന്നു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും പശുവിനെ ഇല്ലാണ്ട് പോകേണ്ടവർ ഒരിക്കലും ആവശ്യമില്ല. നമുക്കത് പോകുന്നത് നമുക്ക് കൂടുതൽ നമുക്ക് അകത്തോട്ടുള്ള ഗ്രാമ സൈഡിലോട്ട് നമ്മളൊക്കെ ഗ്രാമങ്ങളിൽ പോയിട്ടാണ് നമ്മൾ പശുവിനെ പോലെ. അപ്പോൾ ഈ ജേഴ്സി കണ്ടില്ലേ 23 ലിറ്റർ കറക്കുന്ന പശുവാണല്ലേ? ഓ ശരി, പ്രസവിച്ച പശു മടി കണ്ടില്ലേ? ഇതേമാതിരി മടി വരും നമ്മളെ പശുവിനെ അതാണ് മുട്ട കണ്ടോ. ഇതൊക്കെ റെഡ് ആൻഡ് സിന്ധിന്റെ മുട്ട എന്ന ഇതേമാതിരിയുള്ള പശുക്കളെ കിട്ടാൻ വലിയ പ്രയാസം. നിൽക്കുന്നത് നോക്കി ഇത്രയും പശുക്കളുടെ നടുക്കായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് അല്ലേ? ഇതിൽ തന്നെ ഇപ്പോൾ ഒരു 10-20 പശുക്കളുണ്ട് ഇപ്പൊ തന്നെ ഇത്രയും ഭാഗത്തല്ല. ബാക്കിയുടെ ഇനി കാണിക്കാനുണ്ട്. ഓക്കെ, ബാക്കി കാണിക്കുക. അതാണ്ടായിട്ട് ഇപ്പുറത്ത് നമുക്ക് കുറച്ച് അത് പ്രസവിച്ച പശു 20 ലിറ്റർ കറക്കുന്ന പശു. ഇത് എത്രാമത്തെ ഇതിലുള്ളത്? ഇത് ഒന്നാമത്തെ ഇത് രണ്ടാമത്തെ. ഇത് 25 ലിറ്റർ കറക്കുന്ന പശു. ഇത് പ്രസവിച്ചിട്ടുണ്ട്. പശുക്കുട്ടിയോട് കൂടിയിട്ട് അതുപോലെ വെള്ളം കാട്ടുന്ന സമയമാണ്. അതിന് പൊരിയാണ്. ഇതല്ലോ ഇതൊക്കെ അങ്ങനെ തന്നെ. ഇത് പ്രസവിച്ചതാണ്. ഇത് പ്രസവിക്കാൻ കന്നിയാണ്. അത് തന്നെ അതിന്റെ അകിട് കാണിച്ചു തരണം. അതെ, നല്ല മടിയുള്ളതല്ലേ? മടിയുള്ളത്. നോക്കി നമുക്ക് ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ നോക്കി എത്ര 10-28 പശുവായില്ലേ. ഇനി നമ്മള് ഇതിനകത്ത് തന്നെ വേണമെങ്കിൽ തന്നെ നമുക്ക് ഏത് ബഡ്ജറ്റിനകത്തുള്ള ഇത് 65 രൂപ തൊട്ടിട്ട് ഇവിടെ 1.25 ലക്ഷം വരെയുള്ള വില മതിക്കുന്ന പശുക്കൾ ഇതിലുണ്ട്. ഈ കാണുന്നതിനകത്തുണ്ട്. സംശയം ഉണ്ടെങ്കിൽ കറന്ന് നോക്കാനുള്ളത് കറന്ന് നോക്കാം, നടത്തി നോക്കാം, പല്ല് കാണാനുള്ള പല്ല് കാണാം, സ്കിന്ന് പിടിച്ച് നോക്കാം, വാല് നോക്കാം, കൊമ്പ് എല്ലാം നോക്കാം. എല്ലാതൊന്നും കഴിഞ്ഞ് ഉത്തരവാദിത്തത്തോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നതല്ലേ. നമ്മൾ ആദ്യം നമ്മള് മാക്സിമം നല്ല പശുക്കളെ നല്ല സെലക്ട് ചെയ്ത് കൊടുക്കും, എടുക്കുകയും ചെയ്യും. പിന്നെ വിലഭാഗം നമ്മള് കർഷകനും അവർക്ക് ട്രാൻസ്പോർട്ടേഷന്റെ എത്ര വലിയ വണ്ടികളാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കും, അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, പിന്നെ സ്കീമിനാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം നമ്മള് അറേഞ്ച്. നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരാളെ തിരിച്ചു വിളിച്ചിട്ട് നിങ്ങൾക്ക് പശു വേണോ ചോദിക്കില്ല. നമ്മൾ ഒരാളെ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കില്ല. അത് നടപടിയാവുന്ന കേസല്ല. അത് നല്ല ഒരിക്കലും ഒരു ദിവസമൊക്കെ നിങ്ങൾ ഒരു പാർട്ടി മാത്രമേ നിങ്ങൾ അതല്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പലരും വിളിക്കും. ഈ വിളിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റില്ല. വീഡിയോ കോൾ കച്ചവടം അങ്ങനെ വലുതായിട്ടില്ല. അല്ല, അങ്ങനെയും ചെയ്യാറില്ല.